മണിക്കുട്ടി നോക്കടി, മുത്ത് ഇപ്പോഴും അവരുടെ കൂടെ നിൽക്കുന്നത്. നിന്റെ മാമി പ്രത്യേകം പറഞ്ഞതല്ലേ നിന്റെ കൂടെ തന്നെ നിൽക്കണമെന്ന്. അവള് നിൽക്കട്ടെ. ഞാൻ മെല്ലെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് മക്കളെ. അത് പറ്റില്ല, സ്പീഡിൽ വിട്. അവൾക്ക് മെല്ലെ പോണതാ ഇഷ്ടം വെച്ചിട്ട് എല്ലാവർക്കും അങ്ങനെ പോകാൻ പറ്റുമോ? അയ്യയ്യേ, എന്താ കുട്ടികളെ ഇത്? ടൂർ പോകുമ്പോ നിങ്ങളുടെ ദേഷ്യവും വാശിയും എല്ലാം ഒഴിവാക്കി അടിച്ചു പൊളിച്ചു പോയി വരണ്ടേ? അവളെ ദുഷ്ടത്തിയാ, അവളോട് കൂട്ടുകൂടാനേ പറ്റത്തില്ല. മുത്തേ നോക്കിയിരുന്നോ, സെൽഫി തന്നെ ടീച്ചർ ഇപ്പൊ പുറത്താക്കി വിടും. പിന്നെ നമ്മൾ തങ്കി ടീച്ചർ അങ്ങനെ ചെയ്യൂലട്ടാ. തങ്കി ടീച്ചർ ഇങ്ങനെ ഇരിക്കാനൊന്നും കൂട്ടാക്കണ്ട. തങ്കി ടീച്ചർ നല്ല ദേഷ്യക്കാരിയാ. ടീച്ചർക്ക് ദേഷ്യം വരും അന്നോട്. ഇന്നൊക്കെ ടീച്ചർക്ക് നല്ല ഇഷ്ടാ. സെൽഫിക്കേ, അപ്പൊ എന്റെ അമ്മച്ചി അന്റെ യൂണിഫോം കൊടുന്നില്ലേ? സെൽഫിക്കന്റെ യൂണിഫോം എനിക്ക് അടിച്ചു കീറി. നോൺസെൻസ്, വെറുതെ ബഹളം ഉണ്ടാക്കാതിരിക്കൂ. ഞങ്ങൾ ബഹളം ഉണ്ടാക്കും. അയ്യോ പാറു, വേണ്ട. പിന്നെ എന്തിനാ ടൂർ പോണത്? എന്നാ പിന്നെ വീട്ടിൽ തന്നെ ഇരുന്നാ പോരെ? അതെ അതെ, കുട്ടികൾ സന്തോഷിക്കട്ടെ. കുട്ടികളെ, നിങ്ങൾ നല്ലൊരു പാട്ട് പാട്. സെൽഫിക്കറെ നല്ലൊരു പാട്ട് തുടങ്ങി വെച്ചേ. ഞാൻ പാടി ടീച്ചറെ. ആര് പാടിയാലും വേണ്ടുന്നില്ല, പാടിയാ മതി. ഒന്നാ മല കയറി പോവണ്ടേ? മമ്മി, ആ മുത്ത് നോക്ക് മമ്മി, അവളും അവന്റെ കൂട്ടത്തിലുണ്ട്. അവളെ എന്റെ കൈ കെട്ടും, ശരിയാക്കി കൊടുക്കുന്നുണ്ട് ഞാൻ.
പാടിക്കോട്ടെ ചേച്ചി, കുട്ടികളല്ലേ, അതൊക്കെ ഒരു രസമല്ലേന്ന്. ദോ, ആരാടോ തന്റെ ചേച്ചി? ഒരു കഷണ്ടിത്തലയുമായി വന്നിരിക്കാ എന്നെ ചേച്ചി വിളിക്കാൻ. എനിക്കത്രയ്ക്ക് പ്രായമൊന്നുമില്ല. എന്നെ കണ്ടാ അത്ര പ്രായം തോന്നുന്നുണ്ടോടോ? ചൂടാവാതി ചേച്ചി, ഒരു ചേച്ചിന്ന് വിളിച്ചാൽ ഇത്രക്ക് തല പോകുന്ന കേസാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. സോറി. എന്നെ കണ്ടാൽ ആരും നിന്റെ ചേച്ചിയാണെന്നൊന്നും പറയത്തില്ല. എനിക്കത്രയ്ക്ക് പ്രായമൊന്നും ആയിട്ടില്ല. ചേച്ചി, ഞങ്ങൾ പ്രായം നോക്കിയല്ലേ വിളിക്കുന്നത്. ഒരു ബഹുമാനത്തോടെ ചേച്ചിയെന്ന് വിളിച്ചു, അത്രേ ഉള്ളൂ. ഇനിയിപ്പോ ചേച്ചിയെ അങ്ങനെ വിളിക്കണ്ടെങ്കിൽ വേണ്ട, ഞാൻ വേറെന്തെങ്കിലും വിളിച്ചോളാം. താനേ എന്നെ ഒന്നും വിളിക്കുവൊന്നും വേണ്ട. താൻ മുൻപിലേക്ക് നോക്കി വണ്ടി വിട്ടാ മതി. അവൻ വന്നേക്കുന്നു കിന്നാരം പറയാൻ. ചേച്ചി, അയ്യോ സോറി, ചേച്ചിയെന്ന് വിളിക്കാൻ പാടില്ലല്ലോ. മേഡം, ഞാനേ ഈ വണ്ടി പോണതേ ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല, കുറെ കാലമായി. എനിക്കറിയാം എവിടെ നോക്കി വണ്ടി ഓടിക്കണമെന്ന്. ഇങ്ങോട്ട് കയറാൻ നിക്കല്ലേ മേഡം. ഒന്ന് പോടാ അവിടുന്ന്. തന്നോടൊന്നും സംസാരിക്കാൻ എനിക്ക് ഒട്ടും സമയമില്ല. സൈലൻസ്! എന്താ അവിടെ പ്രോബ്ലം? പറയൂ. നമ്മൾ എന്തിനാ ടൂർ പോകുന്നേ? സന്ദർശിക്കാനാ? അല്ലാതെ അടിപിടി ഉണ്ടാക്കാനാണോ? അല്ലല്ലോ. ചേട്ടു, ഇവിടെ എവിടെയെങ്കിലും നല്ലൊരു ഹോട്ടൽ കണ്ടാ വണ്ടി ഒന്ന് നിർത്തിയേക്ക്. നിർത്താലോ ടീച്ചറേ? അയ്യോ, ഇത്രയ്ക്ക് ചെറിയ ഹോട്ടലിലാണോ കയറിയിരിക്കുന്നേ? ഞാനും വിചാരിച്ചു നല്ല ഹോട്ടലാവുന്ന്. ഈ ഹോട്ടലിന് എന്താണാവോ കുഴപ്പം കണ്ടുപിടിച്ചേ? ഇതൊരു ചെറിയ ഹോട്ടലാ, ഇടുങ്ങി പിടിച്ചത്. ഇവിടെയൊന്നും നല്ല ഫുഡേ ഉണ്ടാവില്ല. ആര് പറഞ്ഞു? ഹോട്ടലിന്റെ വലിപ്പം നോക്കിയാണോ ഫുഡ് നിശ്ചയിക്കുന്നേ? നല്ലപോലെ കാശ് എണ്ണി വാങ്ങുന്നുണ്ടല്ലോ ടൂറിനാണെന്ന് പറഞ്ഞിട്ട്. പിന്നെന്താ, നല്ലൊരു ഹോട്ടലിൽ കൊണ്ടുപോയാല് എല്ലാവരെയും ഇങ്ങനെ നല്ലപോലെ 10,000 ഒന്നും മേടിച്ചില്ലല്ലോ ഞങ്ങള്. ഒരു കുട്ടിക്ക് 1000 രൂപ വെച്ച് മേടിക്കുന്നില്ലേ? അത്രയല്ലേ ഉള്ളൂ മേടിച്ചത്. അതിനുള്ള ഫുഡല്ലേ ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. പിന്നെ നല്ല ഫുഡില്ലാന്ന് ആര് പറഞ്ഞു? ഉണ്ണിയെ കണ്ടാൽ അറിയാലോ, ഊരിലെ പന്നം. ചെറിയമ്മേ